പിന്നെ വരുന്നതാണ് ഓത്തന്റിക്കേഷൻ. അത് ട്രിപ്പിൾ എന്നാണ് അതിനെ വിളിക്കുക. ഓത്തന്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു യൂസർ നെയിം പാസ്വേഡ് അടിക്കില്ലേ കമ്പ്യൂട്ടറിൽ, ഓതന്റിക്കേഷൻ എന്ന് പറയുക. ഇതും സെഷൻ ലെയറിന്റെ ഫംഗ്ഷൻ ആണ്. അതിനുവേണ്ടി റെസ്പെക്റ്റീവ് പ്രോട്ടോകോൾസുകളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങളിപ്പോ ഓതന്റിക്കേഷൻ ഒക്കെ ചെയ്തു. ഓത്തറൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മളതിന് സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനാണ് ഓത്തറൈസേഷൻ എന്ന് പറയുക. ഡിലീറ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണ്ട, അങ്ങനെ കുറെ കാര്യങ്ങൾ. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണി മുതൽ എത്ര മണി വരെ. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഡാറ്റ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡാറ്റ അയക്കണം. ഓക്കെ, അയക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് അയക്കും. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് അയക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ TCP ആണ് ആഡ് ചെയ്യുക. വേറൊരു DHCP, HTTP, അപ്പൊ അങ്ങനെ കുറെ ഇതുണ്ടല്ലോ, ഇത് എന്താണ് പ്രോട്ടോകോൾസ്. അപ്പൊ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്യേണ്ട, നമ്മൾ ഫംഗ്ഷൻ മാത്രമേ ചെയ്യുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തോളൂ. ആണല്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഒരു ഫയല് ഉണ്ടാക്കി അത് വെബ് വഴി അയക്കുമെന്ന് വിചാരിക്കാം, ജിമെയിൽ വഴി നിങ്ങൾ സെൻഡ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഏതായിരിക്കും പ്രോട്ടോകോൾ എടുത്തിട്ടുണ്ടാവുക? HTTP. യെസ്. ഓക്കെ, ഈ HTTPS ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് TCP വഴിയാണ് പോവുക. ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിക്കോളും. അതെ. അങ്ങനെ ഈ TCP എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയറിന്റെ പ്രോട്ടോകോൾ ആണ്. അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് TCP ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് സെഗ്മെന്റ്. ട്രാൻസ്പോർട്ട് ലെയറിൽ TCP ആഡ് ചെയ്തതിനു ശേഷം അതിന് IP വേണം. അപ്പൊ നെറ്റ്വർക്ക് ലെയറിന് IP ആഡ് ചെയ്യും. അപ്പൊ അതിന് പാക്കറ്റ് എന്ന് വിളിക്കും. അതിലേക്ക് MAC അഡ്രസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫ്രെയിം എന്ന് വിളിക്കും. പിന്നെ ഫിസിക്കൽ ലെയർ വഴി അതിനെ 0110 തൊട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കലാണ്. അതങ്ങനെ ഓട്ടോമാറ്റിക്കലി പൊക്കോളും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ ലെയർ 2, താഴ്ന്ന മേലേക്കാ പറയാം. അപ്പൊ ഫിസിക്കൽ ലെയർ 1, അപ്പൊ ലെയർ 1, ലെയർ 2, ലെയർ 3 അങ്ങനെ പോവാം. ഓക്കെ. അപ്പൊ ലെയർ 2-നകത്ത് എന്ന് പറയുമ്പോൾ സ്വിച്ച്, MAC അഡ്രസ് എല്ലാം സ്വിച്ച് ആണല്ലോ. അപ്പൊ സ്വിച്ചിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫ്രെയിം എന്നാണ് പറയുക. നെറ്റ്വർക്ക് ലെയറിനകത്ത് IP ബേസ് ചെയ്ത് വർക്ക് ചെയ്താണ് ഒന്നിക്ക് റൗട്ടർ അല്ലെങ്കിൽ ഒരു ലെയർ 3 സ്വിച്ച്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പാക്കറ്റ് എന്നാണ് പറയുക. റൗട്ടിംഗ് എല്ലാം പാക്കറ്റും സ്വിച്ചിങ് എല്ലാം ഫ്രെയിമും. ഓക്കെ, ഇത് പിന്നെ OSI ലെയറിന്റെ ഉണ്ടോ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇട്ടിന് കണ്ടോ. ഇപ്പൊ ഇത് 3 FTP ആണെങ്കിൽ TCP വഴി, SNMP ആണെങ്കിൽ 161 പോർട്ട് നമ്പർ UDP വഴി. ഇങ്ങനെ അത് അയാന എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, IANA. അതിനകത്ത് കയറി കഴിഞ്ഞാൽ 67 മെജോറിറ്റി പ്രോട്ടോകോൾസിന്റെ ഡീറ്റെയിൽസും കിട്ടും. ഇത് നമ്മൾ പഠിച്ചു വെക്കണമെന്നുണ്ട് അതൊക്കെ? ഇല്ല, നമ്മൾ സാധാരണ പഠിക്കൽ IP മാത്രം. IP മാത്രം കാര്യമായിട്ട് അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ പിന്നെ നമ്മൾ ഓൺ ദ റോഡിൽ ഇങ്ങനെ ലാബ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാന്നുള്ളൂ. അത് പഠിച്ചു വെക്കാൻ പറ്റില്ല. നമ്മളിതാണ് അവിടെ കണ്ടത്, TCP IP എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ നമ്മൾ പറയുന്നതാണ് ലെയർ 3, നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, ഇപ്പൊ ലെയർ 3 എന്ന് പറയുമ്പോൾ 2 ഡിവൈസാണ്, ഒന്നിക്ക് റൗട്ടർ അല്ലെങ്കിൽ ലെയർ 3 സ്വിച്ച്. രണ്ടും ചെയ്യുന്നത് ഒരേ ഫംഗ്ഷൻ, റൗട്ടിങ്. വ്യത്യസ്ത VLANകൾ, വ്യത്യസ്ത ഗ്രൂപ്പുകൾ, വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുക. അപ്പൊ ഇതിനകത്ത് കണ്ടോ, ഞാൻ വ്യത്യസ്ത നെറ്റ്വർക്കുകൾ റൗട്ടർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. ഒരു എക്സാമ്പിൾ ആണത്. നമുക്ക് ലാബ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഇതിലൊന്ന് നോക്കി വെക്കുക. ഇത് കണ്ടോ, ഈ താഴെ 3 സ്വിച്ച്, ഒരു നെറ്റ്വർക്ക്, പിന്നെ ഒരു റൗട്ടർ, അടുത്ത വേറൊരു നെറ്റ്വർക്ക്, ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ. അതായത് പല ഗ്രൂപ്പുകൾ. അത് ഡിഫറെന്റ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് LAN അല്ലെങ്കിൽ ഡിഫറെന്റ് നെറ്റ്വർക്ക്. അവിടെയാണ് റൗട്ടറിന്റെ ആവശ്യം വരിക. ഇത് നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കണേ, മനസ്സിലാക്കി വെക്കണം. നമുക്ക് അത്യാവശ്യമാണ്. എന്താ അറിയോ, നമ്മള് കമ്പ്യൂട്ടർ വഴി എല്ലാം അയക്കുന്നത് ബിറ്റും ബൈറ്റും ആയിട്ടാണ്. KB എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇത്ര KB എന്നൊക്കെ പറയും. ഓക്കെ, ഇപ്പൊ ഇതുണ്ടോ, ഇത് 0 അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ 1 ബിറ്റ്,
ഓക്കെ. പിന്നെ 4 ബിറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ നിബിൾ എന്നാണ് പറയുക. 8 ബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 1 ബൈറ്റ്. അതിനുശേഷം എല്ലാം 1024 വെച്ചിട്ടാണ് പറയുക. പക്ഷെ നമ്മൾ റിയാലിറ്റിയിൽ 1000 വെച്ചിട്ടാണ് പറയുക. 1 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 MB, 1 GB എന്ന് പറഞ്ഞാൽ 1000 GB, അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ പറയുക. ഇതാണ് നമുക്ക് വരുന്ന ശരിക്കുള്ള ഒരു ക്ലാസ്, IP അഡ്രസ്. ഇതാണ് നമ്മുടെ ലാബ് സ്റ്റാർട്ട് ചെയ്യുന്ന ബേസിക് ലാബ് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്. IP 2 ഉണ്ട്, V4 ഉണ്ട്, V6 ഉണ്ട്. നമ്മൾ രണ്ടും പഠിക്കും. ആദ്യം IP വേർഷൻ 4 ആണ് പഠിക്കും. 192.168 എന്നൊക്കെ പറഞ്ഞ് കേട്ടിനോ? അതെ അതെ. അതാണ് IPv4. ഈ 192.168 ഗ്ലോബലി സെയിം ആണോ, അല്ലെങ്കിൽ ഡിഫറെന്റ് ലൊക്കേഷനിൽ ഡിഫറെന്റ് ആണോ? അല്ല, അതിന് പ്രത്യേക റീസൺ ഉണ്ട്. ഈ 192.168 എന്ന് പറയുന്നത് പ്രൈവറ്റ് IP, അതിൽ ഇന്റർനെറ്റ് വരില്ല. ആണല്ലേ? ഓക്കെ. അതുകൊണ്ടാണ് എല്ലാ ഡിവൈസുകളും 192.168 തുടങ്ങുന്നത്. അത് ഗ്ലോബലി അങ്ങനെ തന്നെയാണ് എല്ലാ രാജ്യത്തും? എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അത് ഏത് ഡിവൈസ് ഏത് രാജ്യത്ത് പോയാലും അങ്ങനെ തന്നെയാണ്. IP എന്ന് പറയുന്നത്, അയാന എന്ന് പറയുന്നത് വേൾഡ് വൈഡ് റിലീസ് ചെയ്ത സാധനം. ഇത് വേൾഡ് വൈഡ് ഉള്ള സ്റ്റാൻഡേർഡ് ആണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് അങ്ങനെ യൂണിവേഴ്സലി അങ്ങനെ ഡിഫൈൻ ചെയ്ത് വന്നതാണ്. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ 2 തരം പറയും, ലെയർ 2ഉം ലെയർ 3ഉം. ഓക്കെ, ലെയർ 2 എന്ന് പറഞ്ഞാൽ സ്വിച്ച് വെച്ചിട്ട് MAC അഡ്രസ് വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ലെയർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP അഡ്രസ് വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ 2 കമ്പ്യൂട്ടർ തമ്മിലുള്ള കണക്ഷൻ. ഇതില് നമ്മള് ഇത് 3ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. യൂണികാസ്റ്റ്, മൾട്ടികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്. കേട്ടിനോ ബ്രോഡ്കാസ്റ്റ്? യൂണികാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ 2 പേര് അവിടെ ഉണ്ട്, എനിക്ക് നിങ്ങളിൽ ഒരാളിലേക്ക് മാത്രമായിട്ട് ഒരു ഡാറ്റ അയക്കണം. യൂണികാസ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഇപ്പൊ നിങ്ങളെ സൈഡിൽ 3 ആൾക്കാരുണ്ട് വിചാരിക്കുക ആ ഭാഗത്ത്. അതിൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരു 2 പേരോട് മാത്രമായിട്ട് എനിക്ക് സംസാരിക്കാം. ഒരു ഡാറ്റ അയക്കണം ഒരു ഗ്രൂപ്പിലേക്ക്, എല്ലാവർക്കും വേണ്ട, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക്. അപ്പൊ അതിനെ മൾട്ടികാസ്റ്റ് എന്നാണ് പറയുക. ഇനി എല്ലാവർക്കും അയക്കണം ഒറ്റയടിക്ക്, അപ്പൊ അതിനെ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയും. വാട്സാപ്പിലെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്, അത് ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതന്നെ ഇതിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ആണല്ലേ? ഇപ്പൊ നോക്ക്, 192.168.1.1 ഇത് ഞാൻ പഠിപ്പിച്ചു തരാം, അവിടേക്ക് എത്തിയില്ല. അപ്പൊ നിങ്ങൾ ഈ കളർ മാത്രം നോക്കിയാൽ മതി. അതായത് റെഡ് സെന്റർ ആണ്. ഓക്കെ, ബാക്കി യെല്ലോയും ഗ്രീനും കൂടിയിട്ട് 1 2 3 4 5 6 റിസീവർ ഉണ്ട്. അതിൽ ഒരാൾക്ക് മാത്രമേ നമ്മൾ അയക്കുന്നുള്ളൂ. അപ്പൊ അതിനെന്ത് പറയും? യൂണികാസ്റ്റ്. ഇത് ലെയർ 3 ആണ്. ലെയർ 3 എന്ന് പറയാൻ കാരണം IP വെച്ചിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടികാസ്റ്റ് നോക്കാം. മൾട്ടികാസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് മാത്രം. അതിനാണ് മൾട്ടികാസ്റ്റ് എന്ന് പറയാം. ഈ മൾട്ടികാസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് തന്നെ സെപ്പറേറ്റ് മൾട്ടികാസ്റ്റ് IP ഒക്കെ ഉണ്ട് കേട്ടോ. സാധാരണ മൾട്ടികാസ്റ്റ് ഉപയോഗിക്കൽ എവിടെ അറിയാം? IPTV കേട്ടില്ലേ നിങ്ങള്? IPTVയിലാണ് ഏറ്റവും കൂടുതൽ മൾട്ടികാസ്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മള് ഇഷൽസാത്ത് ഒക്കെ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ചാനല് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ. അപ്പൊ നമ്മൾ റിസീവർ വെച്ചിട്ട് അവരേക്ക് ചാനൽ റിസീവ് ചെയ്യും. ഈ ഹോട്ടലുകൾക്ക് അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഈ കംപ്ലീറ്റ് ചാനലുകളും നമ്മുടെ ഒരു സെർവറിലേക്ക് വന്നിട്ട് സെർവറിൽ നിന്ന് നമ്മൾ ആ ചാനലിനെ ഓരോ നമ്പർ വെച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ നമ്പറാണ് നമ്മുടെ റിമോട്ടിൽ വരുന്ന നമ്പർ. ഈ ചാനൽ മാറ്റുമ്പോഴുള്ള നമ്പർ. അതെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇഷൽസാത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ എന്താ പറയുക ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, ഖത്തറിൽ അങ്ങനെ ഉണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 3-4 ഉണ്ട്. അപ്പൊ ഞാൻ ലൈസൻസ്ഡ് അവർക്ക് കാശ് കെട്ടിയിട്ട് അവരേക്ക് ഞാൻ സിഗ്നൽ റിസീവ് ചെയ്യും. അതിന് റിസീവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ, ഹാർഡ്വെയർ ഒക്കെ വാങ്ങിക്കണം. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂൺ ചെയ്യും എന്റെ സെർവറിൽ. ട്യൂൺ ചെയ്യുമ്പോൾ എനിക്ക് കുറെ സിഗ്നൽ വരും. ഇപ്പൊ ഉദാഹരണത്തിന് CNN, പിന്നെ ഏഷ്യാനെറ്റ്, ഇങ്ങനെ പല ചാനലുകൾ വരും. എന്നിട്ട് ആ ചാനലുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ട്രീം ചെയ്യും. സ്ട്രീം ചെയ്യുമ്പോൾ ഏത്
ബ്രോഡ്കാസ്റ്റുകാരുടെയാണ് ചാനൽ എനിക്ക് ഭയങ്കര ക്ലാരിറ്റി ആ എന്റെ സെർവറിൽ ഫീഡ് ചെയ്യും. ഓക്കെ അപ്പൊ ആ സെർവറിൽ ഫീഡ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഞാനൊരു നമ്പർ സെറ്റ് ചെയ്യും. ഓക്കെ അപ്പൊ ഞാൻ ഉദാഹരണത്തിന് 1 മുതൽ 100 വരെ ചാനൽ ഞാൻ പല സോഴ്സിൽ നിന്നായിട്ട് പല ഈ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ നിന്ന് ഞാൻ റിസീവ് ചെയ്തു. ചിലത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സിഗ്നൽ വീക്ക് ആയിരിക്കും. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് കറക്റ്റ് സിഗ്നൽ നോക്കിയിട്ട് എടുത്തു വെക്കും. ഓക്കെ എന്നിട്ട് ഇത് ഞാൻ യൂസേഴ്സിന് കൊടുക്കണമല്ലോ. ഇതിപ്പോ എന്റെ സെർവർ വരെ എത്തിയിട്ടുള്ളൂ. അതെ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്റെ സെർവറിൽ 1 മുതൽ 100 വരെ നമ്പർ ഇട്ടിട്ട് പ്രോഗ്രാം ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഞാൻ പറയുവാണ് 50ാമത്തെ നമ്പറിൽ ഇരിക്കുന്നത് CNN ചാനലാണ് ചേരിക്കാം. അപ്പൊ ഞാനൊരു റൂമിൽ പോയിട്ട് റിമോട്ടിൽ 50 അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് CNN ചാനൽ വരും. അങ്ങനെയാണ് ഇത് പ്രോഗ്രാം ചെയ്യുക. IPTV. ഇപ്പൊ ഇത് IPTV ചെയ്യുമ്പോ ഇത് ഹോൾ ഹോട്ടലിൽ ഇതേ സെയിം നമ്പർ ആയിരിക്കും ഏത് റൂമിൽ ചെന്നാലും. അതെ, കാരണം ഞാനിത് ഓൾറെഡി 3-4 കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. സെർവറിൽ ചെയ്ത് വെച്ചേക്കണത്. യെസ്, സെർവറിൽ ചെയ്ത് ഇത് ഇടക്കിടക്ക് നമുക്ക് പണി കിട്ടും. ഇടക്കിടക്ക് ചാനലിൽ കാറ്റും മഴയൊക്കെ വരുമ്പോൾ ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിഫ്ലക്ട് ആവും. അപ്പൊ നമ്മൾ ഈ അടിക്കുന്ന നമ്പറിൽ ആ ചാനൽ ഉണ്ടാവില്ല, കാരണം അതിന്റെ ഫീഡ് പോയി. രണ്ടാമതും ട്യൂൺ ചെയ്യുമ്പോൾ ചാനൽ വേറെ ഏതെങ്കിലും നമ്പറിലേക്കൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ചാനല് ബ്രോഡ്കാസ്റ്റ് കമ്പനിയിലേക്ക് നമ്മുടെ സെർവറിലേക്ക് വരണല്ലോ. അതെ, വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ് ആണ് മൾട്ടികാസ്റ്റ് അഡ്രസ്. ഓക്കെ, പിന്നുള്ളതാണ് ബ്രോഡ്കാസ്റ്റ്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എല്ലാവർക്കും കൂടി ഒരുമിച്ച് അയച്ചു കൊടുക്കുക. ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 100 കുട്ടികളോടും ഒറ്റയടിക്ക് ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതാണ് ബ്രോഡ്കാസ്റ്റ്. എല്ലാവർക്കും എത്തും. ഓക്കെ, എനിക്കാസ്റ്റ് നമുക്കൊരു എന്തെങ്കിലും ലാബ് ചെയ്തിട്ട് പറയാം, എന്നാൽ ആ കോൺസെപ്റ്റ് മനസ്സിലാവും. ഇനിയിപ്പോ ലെയർ 2 എന്ന് പറയുന്നത് ലെയർ 2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാക് അഡ്രസ് ആണ് കേട്ടോ. ഇതാണ് മാക് അഡ്രസ്. മാക് അഡ്രസ് ശരിക്കും 48 ബിറ്റ് ആണ് കേട്ടോ. നിങ്ങൾ മാക് അഡ്രസ് കണ്ടില്ല എവിടെയെങ്കിലും? ഇല്ല, എനിക്കറിയില്ല. ഓക്കെ, നിങ്ങള് ഏതെങ്കിലും എല്ലാ ഡിവൈസിലും മാക് അഡ്രസ് നിർബന്ധമാണ്. അത് യുണീക്ക് ആണ്. മാക് അഡ്രസ് ഇല്ലാത്ത ഒരു IT പ്രൊഡക്റ്റും റിലീസ് ആവില്ല. നിങ്ങളുടെ ഫോണിൽ മാക് അഡ്രസ് ഉണ്ട്, നോക്കിയിട്ടുണ്ടോ? എബൌട്ടിൽ നോക്കിയാൽ മതിയാ? എബൌട്ടിൽ നിങ്ങളുടെ ഫോൺ ഏതാ? ഐഫോൺ ആണോ അല്ല സാധാ ഫോൺ ആണോ? ആൻഡ്രോയിഡ് ആണോ? എന്റെ OnePlus ആണ്. ഒരു മിനിറ്റ്, എബൌട്ട് ഡിവൈസ് എബൌട്ടിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. എബൌട്ട് ഡിവൈസിൽ എവിടെയാണ് കാണിക്കണം? ലീഗൽ ഇൻഫോർമേഷനിലാണോ? അല്ല, ഫോൺ മെമ്മറി, ഫോണിന്റെ എന്തെങ്കിലും കാണിക്കണ്ടോ? എബൌട്ടിൽ തന്നെ കാണിക്കുമല്ലോ. നെയിം, വോയിസ് വെർഷനൊക്കെ കാണിച്ചിട്ട് താഴ്ത്തേക്കുണ്ടോ? വൈഫൈ അഡ്രസ് ഡിവൈസ് നെയിം ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഡയമെൻഷൻ. വൈഫൈ അഡ്രസ് ഉണ്ടോ? വൈഫൈ അഡ്രസ് എന്താ കാണിക്കുന്നേ? ഈ രണ്ടായിട്ട് കോളൻ കാണിക്കുന്നതാണോ? 5409. അത് 12 ഡിജിറ്റ് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. എല്ലാ 2 ഡിജിറ്റ് കഴിയുമ്പോൾ ഒരു കോളൻ ഉണ്ടാവും അല്ലേ? അതാണ് നിങ്ങളുടെ ആ ഡിവൈസിന്റെ മാക് അഡ്രസ്. ഇതില് തുടക്കത്തിൽ വരുന്ന 2, 4, 6 ഡിജിറ്റ്. ഈ 6 ഡിജിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ, അതായത് റൗട്ടറിന്റെ ആ പർട്ടിക്കുലർ ഡിവൈസിന്റെ, അതായത് ഇപ്പോ എക്സാമ്പിൾ സാംസങ് ആണെങ്കിൽ സാംസങ്ങിന്റെ നമ്പർ. ബാക്കി വരുന്ന നമ്പർ ഉണ്ടല്ലോ, അവസാനത്തെ 6 ഉണ്ടാവും. അത് നിങ്ങളെ ഡിവൈസിന്റെ നമ്പർ. ഇപ്പൊ ഒരു 10,000 സാംസങ്ങിന്റെ ഫോൺ ഇറക്കി കഴിഞ്ഞാൽ 10,000 സാംസങ് ഫോണിന് തുടക്കം 6 മാച്ച് ആയിരിക്കും. അവസാനത്തെ 6 വേറെ നമ്പർ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ IT ലോകത്ത് എന്ത് സാധനം എടുത്തോ എല്ലാത്തിലും മാക്ക് ഉണ്ട്. മാക്കില്ലാതെ ഒരു ഡിവൈസും ഇറങ്ങില്ല. അത് യുണീക്കുമാണ്. ഒന്ന് വേറൊരു മാച്ച്, അതായത് 1-1. അത് പിന്നെ രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു ഡിജിറ്റ് വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാറ്റം കാണും. ഓക്കെ,
ഇതാണ് MAC മനസ്സിലായി. address. അപ്പൊ ഓക്കെ. ഇത് ലെയർ 2 അഡ്രസ്. ഇനി ഇത് നമുക്ക് എഴുതി പഠിക്കണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ എഴുതി കാണിച്ചു തരാം. അതായത് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ബൈനറി ആണ് കേട്ടോ. ബൈനറി എന്ന് പറഞ്ഞാൽ 0110001 അങ്ങനെയുള്ളത്. അതിനെ ഡെസിമലിലേക്കും എക്സാ ഡെസിമലിലേക്കൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ശരി.